ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട മുന്നൊരുക്കങ്ങളും അടങ്ങിയ ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ സെഷനോട് കൂടി ആരംഭിക്കാം. ഇനി നമുക്ക് ഈ സെഷനിലെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ പാഠത്തിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. എന്താണ് ഡ്രില്ലിംഗ് എന്ന് വ്യക്തമാക്കുന്നതിന് ഡ്രില്ലിംഗ് മെഷീനുകളുടെ തരങ്ങളുടെയും അവയുടെ ഭാഗങ്ങളുടെയും പട്ടിക തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ച പലതരം ഡ്രില്ലിംഗ് മെഷീനിൻ്റെയും അവയുടെ ഭാഗങ്ങളുടെയും പേര് പറയുന്നതിന് ഒരു ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ നാമകരണം തിരിച്ചറിയുന്നതിന് വിവിധ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിന് ആദ്യമായി നമുക്ക് ഡ്രില്ലിംഗ് പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ഒരു കറങ്ങുന്ന കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് വസ്തുക്കളിൽ വൃത്താകൃതിയിൽ ഹോളുകൾ ഉണ്ടാക്കുന്നൊരു പ്രക്രിയയാണ് ഡ്രില്ലിംഗ്. ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണത്തെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നു. ഹോളുകളുടെ ഉപയോഗിക്കുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിനെ ഡ്രിൽ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമുക്ക് വിവിധതരം ഡ്രില്ലിംഗ് മെഷീനുകൾ അവ ഏതൊക്കെയെന്ന് പഠിക്കാം. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ. ഇത് വഹിക്കാൻ എളുപ്പമാണ്. കൂടാതെ മെഷീനിൻ്റെ ശേഷി അനുസരിച്ച് വിവിധ വലിപ്പത്തിലുള്ള ഹോളുകൾ നിർമ്മിക്കാൻ കഴിയും. ബെഞ്ച് അഥവാ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. കട്ടി കുറഞ്ഞ ജോലികൾക്കായി ബെഞ്ച് അഥവാ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. ഇവ ഒരു ബെഞ്ചിൽ ഉറപ്പിക്കുവാനും 12.5 മില്ലിമീറ്റർ വരെയുള്ള ഹോളുകൾ ഇടാനും കഴിയും. പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ. ഇടത്തരം ജോലികൾക്ക് ഉപയോഗിക്കുന്ന ഇതുകൊണ്ട് 25 mm വരെയുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കാം. ഇതിനെ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ എന്നും വിളിക്കാം. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. ഹെവി ഡ്യൂട്ടി വർക്കിനും 25 mm വലിയ ഹോളുകൾ ഇടുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഒരു മൾട്ടി കോളം ഡ്രില്ലിംഗ് മെഷീനായ ഇത് ഡ്രില്ലിംഗ്, ബോറിംഗ്, റീമിങ്ങും കൗണ്ടർ സിങ്കിങ് തുടങ്ങിയ തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മൾട്ടി സ്പിൻഡൽ ഡ്രില്ലിംഗ് മെഷീൻ. ഒരേ സമയത്ത് കൂടുതൽ ഹോളുകൾ ഇടുന്നതിനായി ഇത് ഉപയോഗിക്കുന്നു. ഡ്രില്ലിംഗ് മെഷീനിൻ്റെ ഭാഗങ്ങളും ഘടകഭാഗങ്ങളും അതായത് ആക്സസറിനെ കുറിച്ച് പഠിക്കാം. ബേസ്, കോളം, ടേബിൾ, ഡ്രില്ലിംഗ് ഹെഡ്, സ്പിൻഡിൽ, മോട്ടോർ, ഫീഡ് ഹാൻഡിൽ, മെഷീൻ വൈസ്, ഡ്രിൽ ചക്ക് വിത്ത് കീ, ഡ്രിഫ്റ്റ്, സ്ലീവും സോക്കറ്റും, കൂളൻ്റ് സിസ്റ്റം. ഇപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാം. ബേസ്. കോളം ഘടിപ്പിച്ചിരിക്കുന്ന ഭാരമേറിയ ഭാഗമാണ് ബേസ്. കോളം. ഡ്രില്ലിംഗ് മെഷീൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ലംബമായ ഘടനയാണ് കോളം. ടേബിൾ. കോളത്തിന് മുകളിൽ ഉറപ്പിച്ചിരിക്കുന്നതും അതോടൊപ്പം ചലിപ്പിക്കാനാകുന്നതുമാണ് ടേബിൾ. ഡ്രില്ലിംഗ് ഹെഡ്. ഡ്രില്ലിംഗ് ഹെഡ് ഒരു മോട്ടോറും ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റവും ഉൾക്കൊള്ളുന്നതാണ്. ഇത് സ്പിൻഡിലിന് വ്യത്യസ്തമായ വേഗതയിലുള്ള കറക്ക ചലനം കൊടുക്കുന്നു. സ്പിൻഡിൽ. ഡ്രിൽ ചക്കിനെ ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രില്ലിംഗ് ഹെഡിൻ്റെ ഭാഗമാണ് സ്പിൻഡിൽ. സ്പിൻഡിലിൻ്റെ വേഗത അളക്കുന്നത് RPM-ൽ, അതായത് മിനിറ്റിലെ കറക്കം. സ്പിൻഡിൽ വേഗത താഴെ പറയുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഹോളിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഡ്രില്ല്, ഫീഡ് റേറ്റ്, വസ്തുവിൻ്റെ ദൃഢത. ഹോളിൻ്റെ വലിപ്പം. ഹോളിന് വലിപ്പം കൂടുന്നതനുസരിച്ച് സ്പിൻഡിൽ വേഗത ആവശ്യാനുസരണം കുറയ്ക്കേണ്ടതുണ്ട്. ഫീഡ് റേറ്റ്. ഫീഡ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് സ്പിൻഡിൽ വേഗത ആവശ്യാനുസരണം കൂട്ടേണ്ടതുണ്ട്. വസ്തുവിൻ്റെ ഹാർഡ്നെസ്.
സ്പിൻഡിൽ വേഗത മൃദുവായതിൽ നിന്ന് കഠിനമായ വസ്തുവിലേക്ക് ആവശ്യാനുസരണം കുറയ്ക്കണം. ടൂൾ ഉറപ്പിക്കുന്ന ഉപകരണമാണ് ഡ്രിൽ ചക്ക്. ടൂളിലെ ഗ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ചക്ക് കീ ഉപയോഗിക്കുന്നത്. സ്ലീവുകളും സോക്കറ്റുകളും. സ്പിൻഡിലേക്ക് വിവിധ വലിപ്പത്തിലുള്ള ഡ്രില്ലുകൾ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഡാപ്റ്ററുകളാണ് സ്ലീവുകളും സോക്കറ്റുകളും. ഡ്രിഫ്റ്റ്. സ്പിൻഡിൽ നിന്ന് ചക്കുകളും അഡാപ്റ്ററുകളും നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡ്രിഫ്റ്റ്. ഫീഡ് ഹാൻഡിൽ. വർക്ക് പീസിലേക്ക് ടൂൾ ഫീഡ് ചെയ്യുന്നതിനാണ് ഫീഡ് ഹാൻഡിൽ ഉപയോഗിക്കുന്നത്. ഒരു മിനിറ്റിൽ വർക്ക് പീസിനകത്തേക്ക് ഡ്രിൽ കടന്നു പോകുന്ന നീളമാണ് ഫീഡ്. ഇത് മില്ലിമീറ്റർ പെർ മിനിറ്റിലാണ് സൂചിപ്പിക്കുന്നത്. മുറിക്കലിൻ്റെ ആഴം. ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ദ്വാരമിടുന്ന ആകെ ദ്വാരത്തിൻ്റെ ആഴമാണ് മുറിക്കലിൻ്റെ ആഴം. ഇത് മില്ലിമീറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. വർക്ക് പീസും കട്ടിംഗ് ടൂളും തണുപ്പിക്കുവാനും ലൂബ്രിക്കേറ്റ് ചെയ്യാനുമാണ് കൂളൻ്റ് സിസ്റ്റം ഉപയോഗിച്ച് കട്ടിംഗ് ഫ്ലൂയിഡുകൾ പമ്പ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് വിവിധതരം ഡ്രില്ലുകളെക്കുറിച്ചും അവ ഏതൊക്കെയെന്നും പഠിക്കാം. ഫ്ലാറ്റ് ഡ്രിൽ, ട്വിസ്റ്റ് ഡ്രിൽ. ട്വിസ്റ്റ് ഡ്രില്ലിനെ ടാപ്പേർഡ് ഷാങ്ക്, സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ എന്നിങ്ങനെ തരംതിരിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഡ്രിൽ ഇനങ്ങളെ ഓരോന്നിനെക്കുറിച്ചും വിശദമായി പഠിക്കാം. ഫ്ലാറ്റ് ഡ്രിൽ. ഡ്രില്ലിൻ്റെ മുൻപത്തെ രൂപമായ ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് എളുപ്പമാണ്. ഇപ്പോൾ അതിന് കാര്യക്ഷമത ഇല്ലാത്തത് കാരണം ഉപയോഗിക്കാറില്ല. ട്വിസ്റ്റ് ഡ്രിൽ. കൂടുതൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് ആണ് ട്വിസ്റ്റ് ഡ്രിൽ. അതിൻ്റെ നീളത്തിനോടൊപ്പം തന്നെ രണ്ടോ അതിലധികമോ സ്പൈറലോ ഹെലിക്കലോ ആയ ചാലുകൾ കാണപ്പെടുന്നു. സമാന്തരമോ നേരായതോ ആയ ഷാങ്ക്, ടേപ്പർ ഷാങ്ക് എന്നിങ്ങനെ ഷാങ്കിൻ്റെ ആകൃതി അടിസ്ഥാനമാക്കിയുള്ള രണ്ട് തരം അടിസ്ഥാന ട്വിസ്റ്റ് ഡ്രില്ലുകളാണ് ഉള്ളത്. 13 mm വലിപ്പത്തിലുള്ള പാരലൽ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രില്ലുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ നാമങ്ങളെക്കുറിച്ചും ഡ്രിൽ ബിറ്റിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും പഠിക്കാം. ടാങ്, ഷാങ്ക്, റിസസ് ഓർ നെക്ക്, ബോഡി, ടിപ്പ്, ഫ്ലൂട്ട്, ലാൻഡ് ഓർ മാർജിൻ, ഫേസ്, ഫ്ലാങ്ക്, വെബ്, ലിപ്പ് ഓർ കട്ടിംഗ് എഡ്ജ്, ഹെലിക്സ് ആംഗിൾ, പോയിൻ്റ് ആംഗിൾ, റേക്ക് ആംഗിൾ, ക്ലിയറൻസ് ആംഗിൾ, ചിസിൽ എഡ്ജ് ആംഗിൾ. ഇനി നമുക്ക് ഈ ഭാഗങ്ങളെക്കുറിച്ച് ചുരുക്കി പഠിക്കാം. ടാങ്ക്. സ്പിൻഡിൽ മെഷീനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടാപ്പർ ഷാങ്ക് ഡ്രില്ലിൻ്റെ ഭാഗമാണ് ടാങ്ക്. ഷാങ്ക്. സ്പിൻഡിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രില്ലിൻ്റെ ഡ്രൈവിംഗ് അഗ്രമാണ് ഷാങ്ക്. റേസസ് അഥവാ നെക്ക്. ബോഡിക്കും ഷാങ്കിനും ഇടയിലായുള്ള ഡയാമീറ്റർ കുറഞ്ഞ ഭാഗമാണിത്. ബോഡി. ഒരു ഡ്രില്ലിൻ്റെ പോയിന്റിനും ഷാങ്കിനും ഇടയിലുള്ള ഭാഗമാണ് ബോഡി. ടിപ്പ് അഥവാ പോയിന്റ്. കോണാകൃതിയിലുള്ള കട്ടിംഗ് അഗ്രമാണ് ടിപ്പ്. ഫ്ലൂട്ട്സ്. ഡ്രില്ലിൻ്റെ നീളത്തിനൊപ്പം കാണുന്ന പിരിയുള്ള ചാലുകളാണ് ഫ്ലൂട്ട്സ്. കട്ടിംഗ് അരികുകൾ രൂപപ്പെടുത്താനും അടർന്ന ഭാഗങ്ങൾ ചുരുണ്ട് പുറത്തു വരാനും ശീതീകരണത്തെ കട്ടിംഗ് എഡ്ജിലേക്ക് ഒഴുക്കാനും ഫ്ലൂട്ട് സഹായിക്കുന്നു. ലാൻഡ് ഓർ മാർജിൻ. ഫ്ലൂട്ടുകളുടെ മുഴുവൻ നീളം വരെ നീളുന്ന ഇടുങ്ങിയ സ്ട്രിപ്പ് ആണ് ലാൻഡ് അഥവാ മാർജിൻ. ഫേസ്. ടിപ്പിനടുത്തായുള്ള ഫ്ലൂട്ട് പ്രതലത്തിൻ്റെ ഭാഗമാണ് ഫേസ്. ഫ്ലാങ്ക്.
ലിപ്പിന് പിന്നിൽ നിന്നും ഫ്ലൂട്ടിലേക്ക് നീളുന്ന ഡ്രിൽ പോയിന്റിലെ സർഫേസ് ആണിത്. വെബ്. ഫ്ലൂട്ടുകളെ വേർപെടുത്തുന്ന ലോഹ കോളമാണ് വെബ്. ലിപ്പ് അഥവാ കട്ടിംഗ് എഡ്ജ്. ഫ്ലാങ്കിൻ്റെയും ഫേസിൻ്റെയും ഇൻ്റർസെക്ഷനുകളാൽ ഉണ്ടാകുന്ന എഡ്ജ് ആണിത്. ഹെലിക്സ് ആംഗിൾ. വ്യത്യസ്ത ഹെലിക്സ് ആംഗിളുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ട്വിസ്റ്റ് ഡ്രില്ലുകൾ. തുരക്കാനെടുക്കുന്ന വസ്തുക്കൾ അനുസരിച്ച് ഹെലിക്സ് ആംഗിളുകൾ വ്യത്യാസപ്പെടും. ടൈപ്പ് എൻ സാധാരണ ആവശ്യത്തിനു വേണ്ടി, ടൈപ്പ് എച്ച് കട്ടിയുള്ള വസ്തുക്കൾക്ക് വേണ്ടി, ടൈപ്പ് എസ് മൃദുവായ വസ്തുക്കൾക്ക് വേണ്ടി. സാധാരണ ആവശ്യത്തിനുള്ള ഡ്രില്ലുകൾക്ക് 27.5 ഡിഗ്രിയുടെ ഒരു സാധാരണ ഹെലിക്സ് ആംഗിൾ ഉണ്ട്. പോയിന്റ് ആംഗിൾ. പോയിന്റ് ആംഗിൾ എന്നത് കട്ടിംഗ് ലിപ്പുകൾ അതായത് അരികുകൾ തമ്മിലുള്ള കോണാണ്. ഇത് സാധാരണയായി 118 ഡിഗ്രി ആണ്. റേക്ക് ആംഗിൾ. ഒരു റേക്ക് ആംഗിൾ എന്നത് ഫ്ലൂട്ടിൻ്റെ കോണാണ്. അത് ഹെലിക്സ് ആംഗിളിനെ ആശ്രയിച്ചിരിക്കുന്നു. ക്ലിയറൻസ് ആംഗിൾ. ക്ലിയറൻസ് ആംഗിൾ കട്ടിംഗ് എഡ്ജിന് പിന്നിലുള്ള ഉപകരണത്തിൻ്റെ ഘർഷണം തടയുകയും കട്ടിംഗ് എഡ്ജുകൾ വസ്തുവിലേക്ക് തുളച്ചു കയറാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചിസിൽ എഡ്ജ് ആംഗിൾ. കട്ടിംഗ് ലിപ്പിനും ചിസിൽ എഡ്ജിനും ഇടയിലുള്ള കോണാണ് ചിസിൽ എഡ്ജ് ആംഗിൾ. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഇവയാണ്. ഡ്രില്ലിംഗ് ഹോളുകൾ ഇടുന്നതിന്, റീമിംഗ് നേരത്തെ ഇട്ട ഹോളുകൾ പൂർത്തീകരിക്കുന്നതിന്, ബോറിംഗ് നേരത്തെ ഇട്ട ദ്വാരങ്ങൾ വലുതാക്കുന്നതിന്, കൗണ്ടർ സിങ്കിങ് ഉപരിതലത്തിൽ കൗണ്ടർ സങ്ക് സ്ക്രൂകളുടെ തലയെ ഉൾക്കൊള്ളാൻ ഹോളിൻ്റെ പ്രവേശന സമയത്ത് കോണാകൃതി ഉണ്ടാക്കുവാൻ. കൗണ്ടർ ബോറിംഗ് ഉപരിതലത്തിൽ സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ട് ഹെഡ് ഉൾക്കൊള്ളാൻ ഹോളിൻ്റെ പ്രവേശനം വലുതാക്കുവാൻ. പുനരാഖ്യാനം നമ്മൾ പഠിച്ചത് എന്താണ് ഡ്രില്ലിംഗ് എന്ന് വ്യക്തമാക്കുവാൻ, ഡ്രില്ലിംഗ് മെഷീനുകളുടെ തരങ്ങളും അതായത് ടൈപ്പുകളും അവയുടെ ഭാഗങ്ങളുടെയും പട്ടിക തയ്യാറാക്കുവാൻ, ഉപയോഗിച്ച പലതരം ഡ്രില്ലുകളുടെയും അവയുടെ ഭാഗങ്ങളുടെയും പേര് പറയുവാൻ, ഒരു ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ നാമങ്ങൾ തിരിച്ചറിയുവാൻ, വിവിധ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ തിരിച്ചറിയുവാൻ. ഈ ക്ലാസ്സിൽ പഠിച്ച ആശയങ്ങൾ അടുത്തു വരുന്ന സെഷനുകളിൽ നിങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കും. നമ്മൾ സെഷൻ്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ആശയങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.